നമസ്കാരം സുഹൃത്തുക്കളെ. പുലാപ്പറ്റയിൽ നിന്ന് വന്നിട്ടുള്ള സയ്യിദ് മുഹമ്മദ് ഏട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങൊരു 5 മിനിറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഷോർട്ട് ഫിലിമിൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോരെ വിളിക്കുന്നു. അവർ ആ കഥയുടെ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ നമുക്ക് കേൾക്കാം. ഷോർട്ട് ഫിലിം 5 മിനിറ്റ്. ഈ 5 മിനിറ്റിൻ്റെ ഉള്ളിലൊരു ഷോർട്ട് ഫിലിം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് എത്ര കണ്ട് ശക്തമായിരിക്കണം, എത്ര കണ്ട് ശക്തമായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. 2 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണ് എത്രയോ മില്യൺ പ്രേക്ഷകർ കണ്ടിരിക്കുന്നതും അതിനെ വിലയിരുത്തിയിരിക്കുന്നതും. അപ്പം ഞാനിപ്പോൾ എഴുതിയ കഥ 5 മിനിറ്റ് ഷോർട്ട് ഫിലിം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ അച്ഛൻ, ആസ്മാരോഗ്യായ അച്ഛൻ, അയാൾ ഉമ്മർത്തിരുന്ന് ആസ്മാരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് കഫം തുപ്പൽ. അങ്ങനെ സ്വന്തം ഉണ്ടാക്കിയ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കഫം മുറ്റത്തേക്ക് തുപ്പിയപ്പോൾ തൻ്റെ സ്വന്തം മകൻ അച്ഛനെ വളരെ വെറുപ്പോട് കൂടി നോക്കിയിട്ട് വളരെ ജുഗുപ്സാവഹമായ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ ചത്തുപോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ പറഞ്ഞു ഇറങ്ങിപ്പോവുകയാണ്. ഇയാൾ മകൻ പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ദയനീയമായ ഒരു നോട്ടം മാത്രം മകനിലേക്ക് അയക്കാനേ ഇയാൾക്ക് കഴിയൂ. കാരണം ഇയാൾ അത്രയും പ്രായമായി പോയി, അതുപോലെ തന്നെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ മകൻ പോയ ഉടനെ വീട്ടിനകത്ത് നിന്ന് മകൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് താനുടുത്ത സാരി തുമ്പെടുത്ത് അമ്മയുടെ അച്ഛൻ്റെ നിരച്ചു വെളുത്ത് താടിയിലൂടെ ഒഴുകിയിറങ്ങിയ കഫം തുടച്ചു മാറ്റുകയാണ്, യാതൊരു അറപ്പുമില്ലാതെ. സ്വന്തം അച്ഛൻ്റെ മരണം ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോയ മകൻ അതുപോലെ തന്നെ തന്നിലൂടെ തൻ്റെ താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയ കട്ടിയുള്ള കഫം യാതൊരു വെറുപ്പും അറപ്പുമില്ലാതെ തുടച്ചെടുക്കുന്ന മകൾ. ആ മകൾ പറഞ്ഞു, അച്ഛാ ഞാനുണ്ടല്ലോ നിങ്ങൾക്ക്, അച്ഛൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ മകൾ തിരിച്ചു പോകുമ്പോൾ മകളുടെ പോക്ക് നോക്കി നിൽക്കുകയാണ് അച്ഛൻ. അച്ഛൻ്റെ മനസ്സെത്ര കണ്ട് വിതുമ്പിയിട്ടുണ്ടാവും. പിന്നെ അത് ഫ്ലാഷ് ബാക്കാണ്. ഇയാളുടെ പഴയ കാലത്തേക്ക് പോവുകയാണ്. ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കണം എന്നുള്ള ആർത്തിയോട് കൂടിയിട്ട് ഇയാളുടെ ചെറുപ്പകാലത്ത് ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അങ്ങനെ ഇയാൾ മാനസികമായിട്ട് വളരെ വ്യഗ്രത കൊണ്ട് പേവാടിൻ്റെ മുന്നിൽ ഉള്ള വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരികിനെ പോലെ നടക്കുക. ആണായിരിക്കോ പെണ്ണായിരിക്കോ, ആണായിരിക്കോ പെണ്ണായിരിക്കോ എന്നുള്ള ബേജാണ്. അല്പം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നു. ആരാണ്? പത്മിനിയുടെ ഭർത്താവ് ആരാണ്? പേരൊക്കെ മാറുള്ളൂ, ഞാൻ കിട്ടിയത് പറയുന്നു മാത്രം. പത്മിനിയുടെ ഭർത്താവ് ആരാണ്? ഞാനാണ് ശേഖരൻ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. ഇയാൾ ആവേശത്തോടു കൂടി പോയി ആ കുട്ടിനെ എടുക്കുന്നു. കുട്ടിനെ എടുത്ത് നോക്കുന്നു. കുട്ടിയുടെ മുൻഭാഗം മൂടിയിരിക്കുന്ന നനുത്ത വെള്ളത്തുണി പതിയെ മാറ്റി നോക്കുമ്പോൾ ഇയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ് വരുന്നത്, വെറുപ്പിൻ്റെ ഭാവം. യാതൊന്നും പറയാതെ ആ കുട്ടിയെ നേഴ്സിനെ തന്നെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങുകയാണ്. വർഷങ്ങൾ 2 കഴിഞ്ഞു. ആഫ്റ്റർ 2 years ഈ മകൾ അങ്ങനെ മകളെന്ന് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ മകളെന്നൊന്നും ആദ്യം അറിയില്ല. ഈ നനുത്ത തുണി തുറന്നു നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ഭാവം എന്താണെന്ന് ലാസ്റ്റിലാണ് കഥയിൽ വെളിപ്പെടുന്നത്. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഇയാൾ ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. അങ്ങനെ ഭാര്യ ഗർഭിണിയായി, അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇയാൾ ആകെ ബേജാറായിട്ട് ഹോസ്പിറ്റലിലെ വരാന്തയിൽ ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിലിട്ട വിരികിനെ പോലെ ബേജാറായി നടക്കും. അപ്പോഴാണ് വീണ്ടും നേഴ്സ് വരുന്നു. നേഴ്സ് വന്നിട്ട് പറയുകയാണ്, ആരാണ് ഇന്നയാളുടെ ഭർത്താവ്? ഞാനാണ്. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. അങ്ങനെ ഇയാൾ ആ കുട്ടിയെ എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിയുടെ നനുത്ത തുണി മറച്ചു നോക്കുമ്പോൾ ഇയാളുടെ മുഖത്ത് ആഹ്ലാദം തിരതല്ലി എന്നുള്ളതാണ് സത്യം.
ആഹ്ലാദം തിരതല്ലി എന്ന് മാത്രമല്ല, ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും മധുര വിതരണം നടത്തി. അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ ആലോചിക്കുകയാണ്, ഈ താൻ എൻ്റെ മുഖത്ത് വെറുപ്പുളവാക്കി ജന്മം പൂണ്ട മകളാണോ, ഞാൻ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയതിൽ ജന്മമെടുത്ത മകനാണോ തനിക്ക് വയസ്സാം കാലത്ത് കൂട്ടായത് എന്നുള്ളത് ചിന്തിച്ചു പോവുകയാണ്. അവസാനം ഇയാളുടെ ഞാൻ ചുരുക്കി പറയാണ്, ഇയാളുടെ ജീവിതം ഈ രോഗത്തെ പരാജയപ്പെടുത്താൻ ഇയാൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് ആ ദിവസം കഴിഞ്ഞു പോയി. സന്ധ്യ പകലിനോട് വിട പറഞ്ഞു. രാത്രി, ഭീകരമായ രാത്രിയിൽ അയാൾ ഉറക്കം കിടന്നു. അയാൾക്ക് ഉറക്കം വരുന്നില്ല. ഇയാൾ എന്തിനോ തയ്യാറെടുപ്പുകൊണ്ട് ഇയാൾ ആ രോഗത്തെ പരാജയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കുകയാണ്. രാത്രി കഴിഞ്ഞുപോയി. പകൽ മിഴി തുറന്നു. ജനൽപ്പാളികളിലൂടെ അടിച്ചു വരുന്ന ബാല സൂര്യന്റെ രശ്മികൾ ആ റൂമിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആ റൂമിൽ തൂങ്ങിയാടുന്ന, നിശ്ചലമായി തൂങ്ങിയാടുന്ന, മന്ദം മന്ദം തൂങ്ങിയാടുന്ന വളരെ മെല്ലിച്ച കാലുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അയാൾ ആ രോഗത്തെ തോൽപ്പിച്ചിരിക്കുന്നു. ഒപ്പം മകനെയും. മകൾ ഓടി വന്ന കാല് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. ഈ മകൻ എന്താണ് ചെയ്യുന്നത്? അങ്ങകലെ മുറ്റത്തിന്റെ അരികിൽ നിൽക്കുന്ന പുളിമരത്തിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരെ വിളിച്ച് വിവരമറിയിക്കണം, നമുക്ക് പെട്ടെന്ന് കഴിക്കണം, വേഗം നമുക്ക് ഇത് ദഹിപ്പിക്കണം. അങ്ങനെ അച്ഛനെ ചിതയിലേക്കെടുക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന മകൻ ഒരു ഭാഗത്ത്, അച്ഛൻ്റെ വേർപാടിൽ മനം തൊന്ന് കരയുന്ന മകൾ മറ്റൊരു ഭാഗത്ത്. ഈ സമയത്ത് അകലെ നിന്നും പോലീസ് വണ്ടിയുടെയും അതുപോലെ തന്നെ ആംബുലൻസിൻ്റെയും സൈറൺ മുഴങ്ങുന്നു. ആ സൈറൺ ഈ പൊന്നുമോളുടെ നിലവിളി അലിഞ്ഞില്ലാതാവുക ചെയ്യുന്നത്. ഇതാണ് ഇന്ന് പരിസമാപ്തി. ക്ലിയറായോ? കഥ ക്ലിയറായോ? ആർക്കെങ്കിലും? അപ്പോൾ എന്താണ്